അദ്ദിബൂ ഔലാദകും അലാ സലാസ ഖിസ്വാൽ. 3 കാര്യം നിങ്ങൾ മക്കളെ പഠിപ്പിച്ചേക്കണം. അതിലൊന്ന് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. 7 വയസ്സാകുമ്പോഴേക്കും അവരുടെ കൂടെ കളിച്ച് അവരുടെ കൂടെ സമയം ചെലവഴിച്ച്, ആ സമയത്ത് വാല് പറയേണ്ട ആവശ്യമില്ല, കളിക്കേണ്ട സമയമാണ് 7 വയസ്സ് വരെ. പക്ഷേ ആ സമയത്തും മക്കൾ നമ്മളിൽ നിന്ന് കാണേണ്ടത് ഈ ഹബീബിന്റെ ജീവിതമായിരിക്കണം. അവിടെയുണ്ട് പ്രധാനം. 7 വയസ്സ് വരെ ഉമ്മയിൽ നിന്ന് കാണേണ്ടത്, ഉപ്പയിൽ നിന്ന് കാണേണ്ടത് ഹബീബിന്റെ ജീവിതമായിരിക്കണം. ഹബീബിന്റെ ജീവിതമാക്കാൻ നമ്മളും അല്പം പരിശ്രമിക്കേണ്ടതുണ്ട്. 7ാമത്തെ വയസ്സ് മുതൽ നമ്മൾക്ക് അദബ് പഠിപ്പിച്ചു തുടങ്ങാം. സ്നേഹിക്കാൻ തുടങ്ങിയാൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങുന്നവർ, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ അവരുടെ വേഷവും അവരുടെ ജീവിതവും അവരുടെ പെരുമാറ്റവും എല്ലാം അല്ലാഹുവിന്റെ ഹബീബായി മാറും. ഹബീബിന്റെ പെരുമാറ്റം ഖുർആനല്ലേ, അവരുടെ പെരുമാറ്റവും ഖുർആനായി മാറും. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പിന്നെയോ വഹുബ്ബി അഹ്ലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരെ സയ്യിദന്മാരെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനും മക്കളെ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കണം. ഒന്നാമതായി സ്നേഹമാണ്. സ്നേഹം വളരെ പ്രധാനമാണ്. ഒരാളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യൂലല്ലോ. തഅസിൽ ഇലാഹ വഅൻത തൽതുഹിറു ഹുബ്ബഹു ذاك لعمري في المقال شنيع إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. എന്താണ് മനോഹരമായ കവിതയാണിത്. തഅസിൽ ഇലാഹ, നീ അല്ലാഹു പറഞ്ഞതിന് വിപരീതമായിട്ടാണ് നടക്കുന്നത്. വഅൻത തുൽഹിറു ഹുബ്ബഹു, എന്നിട്ട് നീ പറയുന്നു എനിക്കെന്റെ റബ്ബിനോട് ഇഷ്ടമാണ് എന്ന്. നീ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് വിപരീതമാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നീ പറയുന്നു എനിക്കെന്റെ റസൂലിനെ ഇഷ്ടമാണെന്ന്. ദാകാല ഉംദി ഫിൽ മഖാലി ശനീഉ, നീ പറയുന്നത് പച്ച നുണയാണ് പൊന്നുമോനെ. നീ പറയുന്നത് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത പച്ച നുണയാണ് പൊന്നുമോനെ. ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിനക്ക് അല്ലാഹുവിനോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ, നിനക്ക് നബിയോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ നീ നബി തങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകൂലേ? അല്ലാഹു പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കുമോ? ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. കാരണം സ്നേഹിതന്മാര് പറയുന്നത്, കാമുകിമാര് പറയുന്നത് കാമുകന്മാര് കേൾക്കാറില്ലയോ? കാമുകിമാരെന്താ പറയുന്നത്? ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും, ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ, സിനിമക്ക് പോകണമെന്ന് പറഞ്ഞാൽ, ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്താണോ തന്റെ കാമുകിമാർ ഇഷ്ടഭാജനം പറയുന്നത് അതതുപോലെ ചെയ്തു കൊടുക്കാൻ മടിക്കാത്ത കാമുകന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ, അത് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, നമ്മുടെ യഥാർത്ഥ സ്നേഹം അല്ലാഹുവാണെങ്കിൽ, യഥാർത്ഥ സ്നേഹം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് എങ്ങനെയാണ് ഹബീബിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഹബീബ് ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ കഴിയുന്നത്, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ കഴിയുന്നത്? അതുകൊണ്ട് അദബ് പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്, നബി കുടുംബത്തോടുള്ള സ്നേഹമാണ്. മൂന്നാമതായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. നബി തങ്ങളോട് സ്നേഹമുള്ളവൻ ഖുർആൻ പറഞ്ഞില്ലേലും പഠിക്കാൻ ശ്രമിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി സ്നേഹം പഠിപ്പിക്കുക. ഹബീബിന്റെ ഏറ്റവും സ്നേഹിക്കുന്നത് ഹബീബിനെയായിരിക്കണം നമ്മുടെ മക്കള്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു സന്ദേശമാണ് രക്ഷിതാക്കളായ നമ്മൾക്ക് മക്കൾക്ക് നൽകാനുള്ളത്. അല്ല സമ്പാദ്യങ്ങളുടെ കണക്കല്ല, ബിസിനസ് സാമ്രാജ്യങ്ങളുടെ കണക്കല്ല, അങ്ങാടികളിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച സ്ഥലങ്ങളുടെ കണക്കല്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോ അത് എത്രയുണ്ടായാലും നിങ്ങൾക്ക് പേടിക്കാനില്ല. ഇതിനാണ് പ്രാധാന്യമെങ്കിൽ അല്ലാഹു
അല്ലാഹു നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നിലനിർത്തി തരട്ടെ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഈഷു ഫീ ബഗ്ദാദ്, ഞാൻ ബഗ്ദാദിൽ ജീവിച്ചിരിക്കുമ്പോ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഈഷു ഫീ ബഗ്ദാദ്, ഞങ്ങൾ ബഗ്ദാദിൽ ജീവിക്കുമ്പോ, ബഗ്ദാദിൽ ഞാനും എന്റെ ഉമ്മയും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്റെ ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയാളാണ് എന്റെ പിതാവ്. ഞാൻ എന്റെ ഉമ്മയുടെ കൂടെയാണ് ജീവിച്ചു വളർന്നത്. فإذا كان قبل الفجر أيقظتني أمي, സുബഹിയുടെ മുമ്പേ എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തുമായിരുന്നു. സുബഹിയുടെ മുമ്പേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണ് ഒരാൾ മഹാനാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഉമ്മമാര് പ്രത്യേകിച്ച് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. മക്കള് വെറുതെ നന്നാവൂല. നമ്മൾ ദുആ ചെയ്തിട്ട് മക്കളെ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളിൽ ഉണ്ടാവണം. വെറുതെ ദുആ ചെയ്യാൻ പറഞ്ഞാലൊന്നും മക്കള് നന്നാവൂല. നമ്മുടെ ഭാഗത്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, എന്റെ പിതാവ് ചെറുപ്പത്തിലെ ലോകത്തോട് വിട പറഞ്ഞു പോയ ആളാണ്. വകുന്തു അഈശു മഅ ഉമ്മി, ഞാൻ എന്റെ ഉമ്മയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. എന്റെ ഉമ്മ സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ എത്രയോ മുമ്പ് എന്നെ വിളിക്കുമായിരുന്നു എന്റെ ഉമ്മ. എന്നിട്ടോ വസഖനത് ലിയൽ മാ, വെള്ളം ചൂടാക്കുമായിരുന്നു. സുബഹിക്ക് മുമ്പേ എണീറ്റിട്ട് വെള്ളം ചൂടാക്കും, വെള്ളം തിളപ്പിക്കും. എന്നിട്ട് ആ വെള്ളം കൊണ്ട് തണുത്ത പ്രഭാതങ്ങളിൽ ഞാൻ കുളിക്കുകയും വുളൂ ചെയ്യുകയും ചെയ്യും. ഉമ്മ നേരത്തെ എണീറ്റ്, ഉമ്മ കുറച്ച് കഷ്ടപ്പെടണം, ഉമ്മ കുറച്ച് പ്രയാസപ്പെടണം. എന്റെ മകനെ വിളിച്ചുണർത്തുന്നതിന് മുമ്പേ ഉമ്മ എണീറ്റ് വെള്ളം ചൂടാക്കി മകനെ വിളിച്ചുണർത്തി കുളിപ്പിച്ചു, വുളൂ ചെയ്യിപ്പിച്ചു. വകാന ഉംറുഹു ആനദാക, ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വയസ്സ് 10 വയസ്സായിരുന്നു. 10 വയസ്സ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കുളിച്ചു വുളൂ ചെയ്തു കഴിഞ്ഞാൽ വജലസ്നാ നുസല്ലി ഹത്താ യുഅദ്ദിനൽ ഫജ്ർ, ഹത്താ യുഅദ്ദനൽ ഫജ്ർ, സുബഹി ബാങ്ക് വിളിക്കപ്പെടുന്നത് വരെ, സുബഹി ബാങ്ക് വിളിക്കപ്പെടുന്നത് വരെ ഞാനും എന്റെ ഉമ്മയും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ വെച്ച്. 10 വയസ്സുള്ള മകനെയും കൂട്ടി ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുകയാണ് വീട്ടിൽ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ. വഇൻദൽ അദാൻ, ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഉമ്മ പൊന്നുമോനെയും കൂട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന 10 വയസ്സുകാരനെയും കൂട്ടി പള്ളിയിലേക്ക് നടക്കുമായിരുന്നു. വതന്തളിറുഹു, പള്ളിയിലുള്ള നിസ്കാരം കഴിയുന്നതുവരെ കാത്തിരിക്കുമായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി ജമാഅത്ത് കഴിയുന്നതുവരെ പള്ളിയിൽ കാത്തിരിക്കുമായിരുന്നു മഹദിയായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ്. കാരണം ആ സമയത്ത് പട്ടണങ്ങൾ ഇരുട്ട് നിറഞ്ഞതായിരുന്നു, ഇരുണ്ടതായിരുന്നു. പിന്നെ രണ്ടുപേരും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒന്നിച്ചു തിരിച്ചു വരുമെന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പിന്നെ അല്പം വയസ്സായപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് ഇൽമ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ ആലിമീങ്ങൾ പറഞ്ഞത്, ഉമ്മിൽ ഇമാം അഹ്മദ്, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവിന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എന്താണോ അല്ലാഹു നൽകുന്നത് അതേ പ്രതിഫലം അല്ലാഹു അദ്ദേഹത്തിന്റെ മാതാവിനും നൽകും. കാരണം അദ്ദേഹമാക്കി വളർത്തിയത് മാതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്കും കിട്ടുമെന്ന് പ്രഗത്ഭരായ ആലിമീങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.
അത് തന്നെയാണ് ഇവിടെ നിസ്കാരക്കുപ്പായത്തിന്റെ കാര്യം വരുമ്പോ ഞാൻ പറഞ്ഞത്. നിസ്കാരക്കുപ്പായം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ പെങ്ങൾക്ക്, നമ്മുടെ ഉമ്മയ്ക്ക്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകി. ആ നിസ്കാരക്കുപ്പായം ഉപയോഗിച്ച് എത്ര കാലം അവർ നിസ്കരിക്കുന്നുണ്ടോ അത്രയും കാലം അവരുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഈ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഹദീസിന്റെ താല്പര്യം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി മുസ്ഹഫൻ വറസാ. ഒരാൾ ഒരു മുസ്ഹഫ് മറ്റൊരാൾക്ക് സംഭാവനയായി നൽകിയാൽ, ഒരാൾ ഒരു മുസ്ഹഫ് മറ്റുള്ളവർക്ക് വെറുതെ നൽകിയാൽ, ഉമ്മയ്ക്കൊരു മുസ്ഹഫ് നൽകി, ഉമ്മ ആ മുസ്ഹഫ് ഓതുമ്പോ ഭാര്യയ്ക്കൊരു മുസ്ഹഫ് നൽകി, ഭാര്യ ആ മുസ്ഹഫ് വെച്ച് ഓതുമ്പോ മക്കൾക്കൊരു മുസ്ഹഫ് നൽകി, മദ്രസകളിലേക്ക് പള്ളിയിലേക്ക് മുസ്ഹഫ് നൽകി. ആ മുസ്ഹഫുകൾ എടുത്ത് ആരൊക്കെയാണോ ഓതുന്നത് അവരുടെ പ്രതിഫലം ഈ കൊടുത്ത ആളുകൾക്കും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി കൊടുത്ത ആൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി, ഞാനാണ് മുസ്ഹഫ് നൽകിയത് എന്റെ മക്കൾക്ക്, ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോയി, ഖബറിൽ കിടക്കുകയാണ്. ഞാൻ നൽകിയ മുസ്ഹഫ് കൊണ്ട് എന്റെ മക്കൾ നിരന്തരമായി ഖുർആൻ ഓതുമ്പോ അവരോതുന്ന ഖുർആനിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് കടന്നു വരും. അല്പം പോലും കുറയാതെ മക്കൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് അല്പം പോലും കുറയാതെ എന്റെ ഖബറിലേക്കും കടന്നു വരും. നമ്മളൊരു നിസ്കാരക്കുപ്പായം നൽകി നാളെ മരിച്ചു പോയാൽ ആരൊക്കെയാണോ ആ നിസ്കാരക്കുപ്പായം ഉപയോഗിച്ച് നിസ്കാരം നിർവഹിക്കുന്നത് അല്പം പോലും കുറയാതെ അവരെ നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു നമ്മുടെ ഖബറിലേക്കും തരുമെന്നതാണ് ഹദീസിന്റെ താല്പര്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹതിമാരായ സഹോദരിമാരുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നൊരു സംഭവം കാണാം. പ്രസവവേദന വന്നപ്പോൾ, ഒരു പെണ്ണിന് പ്രസവവേദന വന്നപ്പോൾ മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥന ഓർമ്മ വന്നു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണിത്, മറിയം ബീവിയുടെ മാതാവിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ ഞാൻ എന്റെ മക്കളെ പിശാചിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയാണ് എന്ന മറിയം ബീവിയുടെ മാതാവിന്റെ പ്രാർത്ഥന ഓർമ്മ വന്ന ഒരു മാതാവ് പ്രസവ വേദനയുള്ള സമയത്ത് നന്നായി ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുവേ എന്റെ ഈ കുഞ്ഞിനെ നീ പിശാചിൽ നിന്ന് കാക്കണേ അല്ലാ. എന്നിട്ട് ഈ മഹദി പറയുകയാണ്, എന്റെ കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷം എന്റെ ഈ പൊന്നുമോളെ ഞാൻ കാണാനിടയായി പ്രത്യേകമായൊരു ശാന്തത, പ്രത്യേകമായൊരു ശാന്തത. ഖുലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. വറാഹത ഫീ തർബിയതിഹാ, അവളെ വളർത്താൻ എനിക്ക് പ്രയാസം വന്നിട്ടേ ഇല്ല, അവളെ വളർത്താൻ എനിക്ക് പ്രയാസം വന്നിട്ടേ ഇല്ല. കാരണം ഞാൻ എന്റെ പ്രസവ സമയത്ത് ദുആ ചെയ്തത് എന്താണ്? എന്റെ പ്രസവ സമയത്ത് ഞാൻ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള പ്രാർത്ഥന കാരണം, മറിയം ബീവിയുടെ ഉമ്മയുടെ ദുആ ഞാൻ ദുആ ചെയ്തത് കാരണം എന്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് പ്രയാസം വന്നിട്ടില്ല, എന്റെ കുഞ്ഞിന് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള വികൃതികൾ ഉണ്ടായിട്ടില്ല എന്ന് ഈ മാതാവ് പറയുമ്പോൾ, ഉമ്മമാരെ, ഇനി ഗർഭിണിയാകുന്നവർ, ഗർഭിണികളായവർ, പ്രസവിക്കുന്നവർ, പ്രസവിച്ചവർ, എല്ലാ ആളുകൾക്കും ദുആയിലൂടെ ഇൻഷാ അല്ലാഹ് നല്ല ശ്രദ്ധയോടെ നല്ല നിരീക്ഷണത്തോടുകൂടി നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. അവർക്ക് ദുനിയാവിന്റെ ബോധം നൽകുന്നതിന് പകരം ഉഖ്റവിയായ പാരത്രികമായ ചിന്തകൾ നൽകാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ഇദാ അല്ലംത ഇബ്നകൽ വുളൂഅ,
നിങ്ങൾ നിങ്ങളുടെ മകന് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മകന് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചാൽ, അല്ലാഹുവാണ് സത്യം, മാ യുസീബുൽ മാഉ ഉൽവൻ മിൻ അളാഇഹി, വുളൂ ചെയ്യുന്ന മകന്റെ ശരീരത്തിലേക്ക് വെള്ളം കയറുമ്പോ, വുളൂ ചെയ്യുന്ന മകന്റെ ശരീരത്തിലേക്ക് വെള്ളം കയറുമ്പോ, എവിടെയൊക്കെയാണോ വെള്ളം കയറുന്നത് ആ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുന്നതിനനുസരിച്ച് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചതിന്റെ പേരിൽ ആ പഠിപ്പിച്ച ഉമ്മയ്ക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വുളൂ ചെയ്യാൻ പഠിപ്പിച്ചാൽ വുളൂവിന്റെ വെള്ളം എവിടെയൊക്കെയാണോ എത്തുന്നത് ആ വെള്ളം സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. നിസ്കരിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ അവർ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. ഖുർആൻ ഓതാൻ പഠിപ്പിച്ചാൽ അവർ ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. എന്തിനേറെ ഒരു തലമുറയല്ല, ഒരു പക്ഷേ ഈ മക്കൾ കൊണ്ട് 7 തലമുറയോളം ഒരു ഉമ്മാക്ക് മക്കളുടെ പ്രതിഫലങ്ങൾ ആസ്വദിക്കാമെന്നാണ് പ്രഗത്ഭരായ ആലിമീങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. 7 തലമുറ, ഒരു തലമുറയല്ല 7 തലമുറയോളം ഇത് ആസ്വദിക്കാമെന്നാണ്. ഒരു മകൻ നന്നായാൽ ആ മകന്റെ ഒരു മകൻ നന്നായാൽ ആ മകന്റെ ഒരു മകൻ നന്നായാൽ, അങ്ങനെ 7 തലമുറയിലുള്ള ഓരോ ആളുകൾ നന്നായാൽ ആദ്യം നന്നാക്കാൻ ശ്രമിച്ച ഉമ്മയ്ക്ക് പിന്നെ അവരുടെ ആരാണോ ഏറ്റവും ആദ്യം ചെയ്തത് അവർക്കടക്കം ഇതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പ്രഗത്ഭരായ ആലിമീങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. سمعت عون بن أبي عمران الجوني يقول, ഇങ്ങനെ ഔൻ ഇബ്നു അബി ഇമ്രാൻ അൽ ജൗനി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയാണ്, കാനത്ത് ഉമ്മി തഖൂമുൽ ലൈല, എന്റെ ഉമ്മ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കാനത്ത് ഉമ്മി തഖൂമുൽ ലൈല, എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഫതുസല്ലി ഹത്താ തഅസിബ റിജ്ലൈഹാ വസാഖൈഹാ ബിൽഖിറഖി, കാല് നീര് വന്നിട്ട് കാല് കടഞ്ഞ് കാല് കടച്ചിലുണ്ടായി, കാലിന് ക്ഷീണമുണ്ടായി, കാലിലേക്ക് തുണിക്കഷ്ണങ്ങൾ കെട്ടിവെക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്റെ ഉമ്മ നിസ്കരിക്കുന്നതാണ് മക്കൾ കാണേണ്ടത്. സിനിമ കാണുന്ന ഉമ്മയല്ല, സീരിയൽ കാണുന്ന ഉമ്മയല്ല, മൊബൈൽ ഫോണിലൂടെ വാട്സപ്പിൽ കളിച്ചിരിക്കുന്ന ഉമ്മയല്ല. മക്കൾ കാണേണ്ടത് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്. സുബഹി നിസ്കാരത്തിന്റെ മുമ്പേ എണീറ്റ് ഖുർആൻ ഓതുന്ന ഉമ്മയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ ജോലിയും നിർത്തിവെച്ച് നിസ്കാരത്തിലേക്ക് കടന്നു വരുന്ന ഉമ്മയാണ്. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഉമ്മയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന മാതാവ്, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന മാതാവ്, സ്വലാത്ത് ചൊല്ലുന്ന മാതാവ്, വാഖിഅ അതേപോലെ ഹദ്ദാദ് ചൊല്ലുന്ന മാതാവ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മാതാവ്. ഇതാണ് മക്കൾക്ക് ഉമ്മയിൽ നിന്ന് കാണേണ്ടത്. ദൗർഭാഗ്യവശാൽ, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കാണാൻ മക്കൾക്ക് കഴിയുന്നില്ല. ഇന്ന് ഇതെല്ലാം ഉമ്മമാരിൽ നിന്ന് മക്കൾ കാണുന്നത്. ഈ മക്കൾ നന്നാകണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഈ മക്കള് മോശമായതിൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈ മക്കള് മഹാന്മാരാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. കാരണം വളരുന്നത് സിനിമ കാണുന്ന ഉമ്മയിൽ നിന്ന്, സീരിയൽ കണ്ട് വളരുന്ന ഉമ്മയിൽ നിന്ന്, മൊബൈൽ ഫോണിൽ കളിച്ചു വളരുന്ന ഉമ്മയിൽ നിന്ന്. നിർത്തിവെക്കണം ഉമ്മമാർ, നിർത്തിവെക്കണം ഉമ്മമാരെ. അതിന് പകരം തഹജ്ജുദ് നിസ്കരിക്കുന്ന നിങ്ങളെ കാണണം, ഖുർആൻ ഓതുന്ന നിങ്ങളെ കാണണം, തസ്ബീഹ് മാല പിടിച്ച് ദിക്ർ ചൊല്ലുന്ന നിങ്ങളെ കാണണം. എപ്പോഴാണ് കാണേണ്ടത്? നിങ്ങൾക്ക് 90 വയസ്സാകുമ്പോ 50 വയസ്സുള്ള മക്കളല്ല കാണേണ്ടത്. 18 വയസ്സിൽ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ, 19ാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് പ്രസവിച്ചത് മുതൽ കാണണം ഈ ഉമ്മയെ. അഥവാ ഒരു 19കാരി തസ്ബീഹ് മാല പിടിച്ച് ദിക്ർ ചൊല്ലുന്നത് തന്റെ പൊന്നുമോൻ കാണണം. ഒരു 20കാരി രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് പൊന്നുമോൻ കാണണം, ഖുർആൻ ഓതുന്നത് പൊന്നുമോൻ കാണണം. എപ്പോ മുതൽ? കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായത് മുതൽ തന്നെ ശ്രദ്ധയോടെ നമ്മുടെ മക്കൾക്ക് ഇത് കണ്ടുകൊണ്ടേയിരിക്കണം. അല്ലാതെ വൃദ്ധരായ ഉമ്മമാർ
ഇന്ന് തസ്ബീഹ് മാല പിടിക്കാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. അവരുടെ 50 വയസ്സായ മക്കളാണിത് കാണുന്നത്. കണ്ടിട്ട് കാര്യമില്ല, കാണേണ്ടത് പിഞ്ചു പൈതങ്ങളാണ്. ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളരണം. എന്നാൽ ഈ മക്കൾ തെറ്റിലേക്ക് പോകൂല. എന്നാൽ ഈ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ തഹജ്ജുദിന്റെ ശീലമുണ്ടാകും, ഖുർആൻ ഓതുന്ന ശീലമുണ്ടാകും, അച്ചടക്കമുണ്ടാകും. കഴിയുമെങ്കിൽ ചെയ്യണം ഉമ്മമാരെ, ഒന്ന് അധ്വാനിച്ചു നോക്കണം. ദുനിയാവല്ല വലുത്, ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ ആസ്വദിച്ചോളൂ. ഹലാലായ ആസ്വാദനങ്ങളെ ഞാൻ എതിർക്കുന്നില്ല. ഹലാലായ എന്ത് ആസ്വാദനങ്ങളും നിങ്ങൾ ചെയ്തോളൂ, അതിന് യാതൊരു വിയോജിപ്പില്ല. നല്ല വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ ഹറാമായ വഴികൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഹറാമായ വഴികൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കരുത്. അഥവാ മഹാനായ ഔൻ ഇബ്നു ഇമ്രാൻ എന്ന് പറയുന്ന ഈ മഹാനായ ആലിമിന്റെ മാതാവ് രാത്രി നിസ്കരിക്കുന്നത് കാണാനിടയായി. കാലിലേക്ക് ഈറക്കഷ്ണങ്ങൾ, തുണിക്കഷ്ണങ്ങൾ വെച്ച് കെട്ടുന്നുണ്ട്. ഫയഖൂലു ലഹാ അബൂ ഇമ്രാൻ. അപ്പോഴേക്കും അബൂ ഇമ്രാൻ എന്ന് പറയുന്നവർ അദ്ദേഹത്തിന്റെ ഉമ്മയോട് പറയാണ്, ഒന്ന് നിർത്തിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നിന്ന് നിങ്ങളുടെ കാലുകൾക്ക് നീര് വന്നത് കണ്ടിട്ടില്ലേ? കാലുകൾ ക്ഷീണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ മക്കളോട് പറയുന്നത് മക്കളുടെ പിതാവിനോട് പറയുന്നത്, ഹാദാ ഇൻദ തൂലിൽ ഖിയാമി ഫിൽ മൗഖിഫി ഖലീൽ. മക്കളെ, ഇത് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുകയാണ്. എന്നാൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷം നിൽക്കേണ്ട ഒരു സമയമില്ലയോ? ഇത് രാത്രി ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ. എന്നാൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷം ജീവിക്കേണ്ടതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടില്ലേ? മഹ്ശറയിലെത്തിയാൽ എല്ലാവരും നഗ്നരായി, കുപ്പായമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, സൂര്യന്റെ ചൂടേറ്റ് 50,000 വർഷം നിൽക്കണമെന്ന് പറയുമ്പോ ഈ നൃത്തത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ നൃത്തത്തിന് എന്ത് വേദനയാണുള്ളത്? അതും ഇതും താരതമ്യം ചെയ്യുമ്പോ ഇത് ചെറുതല്ല മക്കളെ, ഇതൊന്നും വലിയ പ്രയാസമല്ല മക്കളെ. അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മഹ്ശറാ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ ഉമ്മ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് പൊന്നുമക്കളോട് ഉപദേശം നൽകുന്ന മാതാവ്. ഇങ്ങനെ ഒരു മാതാവായി മാറാൻ, ഇങ്ങനെ ഒരു ഉമ്മയായി മാറാൻ നമ്മൾക്ക് കഴിയുമോ? അല്ലാഹുവേ തൗഫീഖ് നൽകണേ, തൗഫീഖ് നൽകണേ റബ്ബേ. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അനസ് തങ്ങൾ കല്യാണം കഴിച്ചു. ഇഷ്ടപ്പെട്ടില്ല, ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയ്ക്ക് കാണാൻ തീരെ ഭംഗിയില്ല. ഭാര്യയെ തീരെ ഇഷ്ടപ്പെടാതെ, ഭാര്യയോട് താല്പര്യമില്ലാതെ, ഭാര്യയുമായി യാതൊരു ബന്ധമില്ല. ഇത് ഭാര്യയ്ക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് എന്നെ പിടിച്ചിട്ടില്ല എന്ന്. അപ്പോഴാണ് ഭാര്യ ഒരു ആയത്ത് ഓതി കൊടുക്കുന്നത്, ഒരുപക്ഷേ നിങ്ങൾക്ക് വെറുപ്പിക്കുന്ന, നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ഖൈറായി നിങ്ങൾക്ക് ഭാവിച്ചേക്കാം, നിങ്ങൾക്കത് വെറുപ്പായി തോന്നിയേക്കാം. അതിന്റെ അകത്തളങ്ങളിൽ വല്ല നന്മയും മറിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള ആയത്ത്. നിങ്ങൾ വെറുക്കുന്നതൊക്കെ നിങ്ങൾക്കത് കണ്ടപ്പോ വെറുപ്പ് തോന്നിപ്പോയി, വിഷമം തോന്നിപ്പോയി, ബേജാറായി പോയി, ടെൻഷനായി. പക്ഷേ അതിന്റെ പിന്നിൽ നന്മകൾ മറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയേക്കാം, പക്ഷേ അതിന്റെ അകത്തളങ്ങളിൽ വല്ല ദുഃഖവും മറഞ്ഞിരിക്കാമെന്നുള്ള ആയത്ത് തന്റെ ഭർത്താവായ അനസിനോട് ഭാര്യ ഓതിക്കൊടുക്കുകയുണ്ടായി. എന്നാൽ ഭാര്യയോടുള്ള വെറുപ്പ് കാരണം അനസ് എന്ന് പറയുന്ന ഭർത്താവ് നാടുവിട്ടു.
അനസ് എന്ന് പറയുന്ന ഭർത്താവ് നാട് വിട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നത് 20 വയസ്സാകുമ്പോഴാണ്. 20 വർഷം കഴിഞ്ഞപ്പോഴാണ്. 20 വർഷം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് ഹറമിലേക്ക് വന്നപ്പോ അവിടെ മാലിക് എന്ന് പറയുന്ന നല്ലൊരു 18കാരനായ ചെറുപ്പക്കാരൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ചുകൂടി വഅദ് പറയുന്നുണ്ട്, മസ്അലകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫത്വ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാനായ അനസ് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ പറഞ്ഞു, ഇത് മാലിക് ഇബ്നു അനസാണ്. മാലിക് ഇബ്നു അനസോ, എന്റെ മകനാണോ അത്? എന്റെ മകനാണോ അത്? അതെ. നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വെറുപ്പായി തോന്നിയേക്കാം, പക്ഷേ അതിന്റെ അകത്തലങ്ങളിൽ ഒരു നന്മ അല്ലാഹു കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് ആയത്തോതുന്ന ഒരാൾ പുറത്തുണ്ട് എന്ന് ഉമ്മയോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, അത് നിന്റെ ഉപ്പയാണ് മാലിക്കേ, അത് നിന്റെ പിതാവാണ് മാലിക്കേ. അങ്ങനെ 20 വർഷത്തിന് ശേഷം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അനസ് എന്ന പിതാവ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ മാലിക് എന്ന് പറയുന്ന മാലിക് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രഗൽഭനായ ആലിമായി മാറിയത്? ഉപ്പ ചെറുപ്പത്തിലെ നാട് വിട്ട ആളാണ്, ഉമ്മയാണ് വളർത്തിയത്. അദ്ദേഹം പറയുമായിരുന്നു, കാനത്ത് ഉമ്മീ തുൽബിസുനി സിയാബ, എന്റെ ഉമ്മ എനിക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കുമായിരുന്നു. വതുഅമ്മിമുനി, എനിക്ക് തലപ്പാവ് ധരിപ്പിക്കുമായിരുന്നു. വഅനസബിയുൻ, ഞാൻ പിഞ്ചുകുഞ്ഞാണ്. എന്റെ ഉപ്പ നാട് വിട്ടിരിക്കുകയാണ്. എന്നെ വളർത്തിയത് എന്റെ മാതാവാണ്. എന്റെ മാതാവ് എനിക്ക് നല്ല വെള്ള വസ്ത്രം ധരിപ്പിക്കും, എന്നിട്ട് എനിക്ക് തലപ്പാവ് ധരിപ്പിക്കും. വഅനസബിയുൻ, ഞാൻ പിഞ്ചുകുഞ്ഞാണ്. വതുവജ്ജിഹുനി ഇലാ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ, അന്ന് നാട്ടിൽ പ്രഗൽഭനായ ഒരു ആലിമാണ് റബീഅയുടെ സദസ്സിലേക്ക് എന്നെ പറഞ്ഞേക്കുമായിരുന്നു. എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ചെറിയ പിഞ്ചു കുഞ്ഞിനെയാണ് തലപ്പാവ് ധരിപ്പിച്ച് പറഞ്ഞേക്കുന്നത്. സ്ഥിരമായ ഹറമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന റബീഅയുടെ സദസ്സിലേക്ക്, യാ ബുനയ്യ അത്തിൽ മജ്ലിസ, പൊന്നുമോനെ റബീഅയുടെ മജ്ലിസിൽ പോയി നീ ഇരിക്കണം പൊന്നുമോനെ. ഫതഅല്ലം മിൻ സംതിഹി വഅദബിഹി, അദ്ദേഹത്തിന്റെ അദബാണ് നീ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ജീവിതമാണ് നീ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ചിട്ടയാണ് നീ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ മര്യാദയാണ് നീ പഠിക്കേണ്ടത്. ആദ്യം പോയിട്ട് ഹദീസ് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, ആദ്യം പോയിട്ട് ഫിഖ് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, ആദ്യം പോയിട്ട് ഇൽമ പഠിക്കാനല്ല നീ ശ്രമിക്കേണ്ടത്. ആദ്യം അവരുടെ സദസ്സിൽ ഇരുന്നിട്ട് അവരുടെ ജീവിത രീതി പഠിക്കാൻ ശ്രമിക്കണം, അവരുടെ മര്യാദയും അച്ചടക്കവും സ്വഭാവവും നീ പഠിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് പിഞ്ചുകുഞ്ഞായ അനസിനെ, പിഞ്ചുകുഞ്ഞായ മാലിക്കിനെ തലപ്പാവ് ധരിച്ചിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് ഉമ്മ പറഞ്ഞേക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഉമ്മയാണ് ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതനാക്കി ആലിമാക്കി മഹാനായ മാലിക് അലൈഹിസ്സലാമിനെ മാറ്റിയത്. അതുകൊണ്ട് മഹാന്മാരാവാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരിവിടെയുണ്ടെങ്കിൽ, ഉപ്പമാരിവിടെയുണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പ്രസവം മുതൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. പ്രസവം മുതലല്ല, അതിനു മുമ്പേ തുടങ്ങേണ്ടതുണ്ട്. കല്യാണം കഴിയാത്തവരാണെങ്കിൽ ദീനിയായ പെണ്ണിനെ തെരഞ്ഞുപിടിച്ച് കല്യാണം കഴിച്ചോളൂ. സമ്പത്ത് നോക്കരുത്, അഭിമാനം നോക്കരുത്, തറവാട് നോക്കരുത്. ദീനുണ്ടോ, സൗന്ദര്യമൊക്കെ പിന്നെയാവാം, ദീനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ മക്കൾക്കുള്ള പ്രവർത്തനം ആരംഭിക്കേണ്ടത്. ഇനി കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ, മക്കൾ ചെറുതാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഡിജെ പാട്ടുകൾ പഠിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, സിനിമാറ്റിക് ഡാൻസുകൾ പഠിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഡയലോഗുകളല്ല പഠിപ്പിക്കേണ്ടത്. ദീന് പഠിപ്പിച്ചു കൊടുക്കുക, ദീനുമായിട്ടുള്ള ബന്ധം സ്ഥാപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മക്കളിൽ സ്ഥാപിപ്പിക്കാൻ ശ്രമിച്ചേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനായ അംബാന സാബിത്തുൽ ബന്നാനി എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതൻ പറയുന്നുണ്ട്, അന്ന സുലത്ത് ബിൻ അശ്യം കാന ഫീ മഗ്സൻ ലഹു വമഅഹു ഇബ്നുൻ ലഹ്. യുദ്ധത്തിന് പോയതാണ് രണ്ടുപേർ.
സുലത്ത് ബിൻ അഷ്യം എന്ന് പറയുന്ന മഹാനായ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐ ബുനയ്യ തഖദ്ദം ഫഖാതിൽ ഹത്താ അഹ്തസിബക, ധൈര്യമായി യുദ്ധം ചെയ്തോളൂ, ധൈര്യമായി യുദ്ധം ചെയ്തോളൂ. നന്മ നിലനിർത്താൻ വേണ്ടി നന്മയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട്, നന്മയെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട് നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി ധൈര്യമായി പോരാടിക്കോളൂ. നിന്റെ മരണം ഞാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ രക്തസാക്ഷിത്വം വഹിച്ചാൽ, അഥവാ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടി, അക്രമങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പോരാടി നീ ലോകത്തോട് വിട പറയുന്നത്, ഉപ്പയായ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമാണ്. എനിക്ക് യാതൊരു ദുഃഖമില്ല, ധൈര്യമായി യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ് മകനെ പറഞ്ഞേച്ചു. മകനിറങ്ങി ആ പൊന്നുമോന്റെ നാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. പിടഞ്ഞു വീണ് മരിച്ച ഉടനെ ഉപ്പയായ സുലത്ത് ബിൻ അഷ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങി. അദ്ദേഹവും ധീരമായി പോരാടി, അദ്ദേഹവും രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് രക്തസാക്ഷിയാവുകയാണ്. അങ്ങനെ ഭർത്താവും മകനും മരിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് മുആദത്തുൽ അദവിയ്യ എന്ന് പറയുന്ന, മകൻ മരിച്ചുപോയ, ഭർത്താവ് മരിച്ച വിഷമത്തിലിരിക്കേണ്ട ഒരു പെണ്ണിന്റെ സമീപത്തേക്ക് സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും വേണ്ടി നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. ഫജ്തമഅത്തിൻ നിസാഉ ഇൻദ ഇംറഅതിഹി മുആദത്തുൽ അദവിയ്യ. ഈ പെണ്ണിന്റെ അടുത്തേക്ക് കടന്നു വന്നു. എന്തിനാണ് കടന്നു വന്നത്? മകൻ രക്തസാക്ഷിയായി, ഭർത്താവും രക്തസാക്ഷിയായി, വിധവയായി പോയി ഈ പെണ്ണ്. അങ്ങനെ ആളുകളെല്ലാം കടന്നു വരുമ്പോ ഈ പെണ്ണ് പറയാണ്, മർഹബാ ഇൻ കുൻതുന്ന ജിഅന ലിതുഹദ്ദിയന്നി ഫമർഹബാ ലിതുഹന്നിയന്നി ഫമർഹബാ. നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത് എനിക്ക് സന്തോഷ വാർത്ത നൽകാനാണെങ്കിൽ, എനിക്ക് എന്റെ മക്കളെ മരിച്ചതിന്റെ പേരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാം. അല്ലാതെ എന്റെ മക്കള് മരിച്ചുപോയതിന്റെ വിഷമം പങ്കുവെക്കാനാണെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ കടന്നു വരണ്ട. എനിക്കതിൽ യാതൊരു പേടിയുമില്ല. എന്നെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവ് വിട പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. എന്റെ മക്കള് വിട പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. കാരണം അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി, നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി അക്രമങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പോരാടി മരിച്ചവരല്ലേ എന്റെ മക്കളും എന്റെ ഭർത്താവും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ നിങ്ങൾ സമാധാനിപ്പിക്കാൻ വരണ്ട. എനിക്ക് സന്തോഷിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മഹദിയായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണ്. മദ്രസയിൽ അടികൊണ്ടതിന്റെ പേരിൽ മക്കൾക്കെതിരെ, മക്കൾക്ക് അടി വാങ്ങിച്ചതിന്റെ പേരിൽ ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന ഉമ്മമാര് പഠിക്കേണ്ടത് ഈ ചരിത്രമാണ്. ഉസ്താദുമാരടിച്ചതിന്റെ പേരിൽ, ഉസ്താദുമാര് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ, ഉസ്താദുമാര് കണ്ണുരുട്ടിയതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്ന ഉമ്മമാർ. ക്യാമ്പസിലും കലാലയങ്ങളിലും ഒരു അധ്യാപകന്റെ, ഒരു പ്രിൻസിപ്പളിന്റെ പോസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വന്തം പിതാവായ സ്വന്തം മക്കളെ പോലും നിയന്ത്രിക്കാൻ ഒരു അധ്യാപകൻ അഥവാ സ്കൂളിലെ പ്രിൻസിപ്പളിന് കഴിയാത്ത അവസ്ഥ. നിയമം അങ്ങനെയാണ്, കുട്ടികളുടെ കൂടെയാണ്. കണ്ണുരുട്ടിയാൽ ജാമ്യമില്ലാത്ത കേസാണ്, പേടിപ്പിച്ചാൽ ജാമ്യമില്ല, അടിച്ചാൽ ജാമ്യമില്ല. എന്തിനേറെ പ്രഭാഷണം നടത്തുമ്പോ ധാർമ്മികമായൊരു പ്രഭാഷണം നടത്തിയാൽ വരെ അവർക്ക് വരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസ് നടത്തുന്ന കാലമാണിത്. സ്കൂളിൽ ആഭാസങ്ങൾ നടക്കുമ്പോ, മക്കളെല്ലാം ക്രിമിനലുകളായി മാറുമ്പോ ഈ ഗവൺമെന്റിന് പൂർണ്ണമായ ഉത്തരമുണ്ട്. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്ക് ബാലപീഡനം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ മക്കൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി എന്ത് ചെയ്യാനും ചോദ്യം ചെയ്യാനും വെട്ടാനും അടിക്കാനും പിടിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകിയ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ മക്കളുടെ അക്രമങ്ങൾക്ക് കാരണം നിങ്ങളാണ്. ഇവിടെ കഞ്ചാവും ലഹരിയും മാഫിയയും എല്ലാം ഉണ്ടായത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. ഏതായാലും ആ വിഷയങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, മദ്രസയിൽ ഒന്നടിച്ചതിന്റെ പേരിൽ, ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ വിഷമത്തോടെ
ഉസ്താദുമാരെ ചോദ്യം ചെയ്യുന്നവർ സ്വന്തം ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട്, മക്കള് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ ഉമ്മയുടെ ചരിത്രമാണ് പഠിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനമായി ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാലത്ത് ഉമ്മു സുഫിയാൻ ലിസുഫിയാൻ, അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഉതുലുബുൽ ഇൽമ, നീ ഇൽമ പഠിക്കണം, നീ ഇൽമ പഠിക്കണം, നീ പഠിച്ച് പണ്ഡിതനാവണം. വ അന അക്ഫീക, നിന്റെ ചെലവ് ഞാൻ നിർവഹിച്ചോളാം, നീ അധ്വാനിക്കണ്ട, നീ ജോലി ചെയ്യണ്ട, നിന്റെ പൈസ എനിക്ക് വേണ്ട, നിന്റെ സമ്പാദ്യം എനിക്ക് വേണ്ട, നീ ധൈര്യമായിട്ട് പഠിച്ചോളൂ, ഞാൻ നിനക്ക് സമ്പാദിച്ചു നിന്റെ ചെലവിന് ഞാൻ തരാമെന്ന് മഹാനായ സുഫിയാൻ തങ്ങളോട് അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നുണ്ട്. അങ്ങനെ ആ മാതാവ് വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന സമ്പാദ്യങ്ങൾ തന്റെ മകന്റെ ചെലവിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. മകന് പഠിക്കാനുള്ള പുസ്തകം, കിതാബ് വാങ്ങിച്ചു കൊടുക്കാൻ, മകന് പഠിക്കാനുള്ള ചെലവ് മുഴുവനും ഉമ്മയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഉമ്മ ഇടയ്ക്കിടെ മകനെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഉപദേശമാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നുമോനെ, നീ 10 ഹർഫ് എഴുതിയാൽ, ഇൻ കതബത 10 ഹർഫിൻ, നീ ആദ്യമായി ഒരു 10 ഹർഫ് പഠിച്ചാൽ, 10 അക്ഷരം നീ എഴുതുകയോ പഠിക്കുകയോ ചെയ്താൽ, ഫൻദുർ ഹൽ തറാ ഫീ നഫ്സിക സിയാദതൻ ഫീ ഖശിയതിക വഹിൽമിക വവഖാരിക. ഒരു ആദ്യത്തെ ഒരു 10 അക്ഷരം നീ പഠിക്കുമ്പോ, ആദ്യത്തെ ഒരു 10 അക്ഷരം നീ എഴുതുമ്പോ, ആ പഠിച്ചതിൽ നിന്ന് നിനക്ക് അല്ലാഹുമായിട്ടുള്ള ഭയം കൂടിയിട്ടുണ്ടോ, നിന്റെ സഹനം, നിന്റെ ക്ഷമ കൂടിയിട്ടുണ്ടോ, നിനക്ക് അല്ലാഹുമായിട്ടുള്ള ബന്ധം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു 10 ഹർഫ് നീ കൂടുതൽ പഠിക്കുമ്പോ, ആ 10 ഹർഫ് കൂടുതൽ പഠിച്ചപ്പോ, 10 ഹർഫ് പഠിക്കുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം അതേപോലെയാണോ, അല്ല അല്പം ഖശിയത്ത് കൂടിയിട്ടുണ്ടോ, നിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ, അല്ലാഹുമായിട്ടുള്ള ഭയഭക്തി കൂടിയിട്ടുണ്ടോ എന്ന് നീ നോക്കണം. എന്നാൽ നീ പഠിക്കുമ്പോൾ അല്ലാഹുമായിട്ടുള്ള ഭയം കൂടിയിട്ടില്ലെങ്കിൽ, നീ പഠിക്കുമ്പോൾ അല്ലാഹുമായിട്ടുള്ള ആരാധനകളിൽ മാറ്റമില്ലെങ്കിൽ, ആ ഇൽമ കൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവൂല, ഉപദ്രവമാണ് ഉണ്ടാവുന്നത്. ഒരു ഹർഫ് പഠിക്കുമ്പോ അതിനനുസരിച്ചിട്ട് അല്ലാഹുവിനോടുള്ള പേടി വർദ്ധിക്കണം, അതിനനുസരിച്ച് നിന്റെ ഇബാദത്തിൽ വർദ്ധനവ് വേണം. എന്നിട്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടും നിനക്ക് ഖുശൂ ഇല്ലെങ്കിൽ, നിനക്ക് വഖാറില്ലെങ്കിൽ, നിനക്ക് സഹനമില്ലെങ്കിൽ, നിന്റെ ആ ഇൽമ് നിനക്ക് ഉപകാരമല്ല, ഉപദ്രവമാണ് നൽകുക എന്ന് മഹാനായ സുഫിയാൻ തങ്ങളോട് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ, രക്ഷിതാക്കളോടൊക്കെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി മഹാന്മാരായി വളർന്ന് വലുതാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ദീനിയായ ചിട്ടയും ദീനിയായ രീതിയും നമ്മളിൽ നിന്ന് 7 വയസ്സുവരെ അവർ കണ്ടുപിടിക്കണം. 7 വയസ്സുവരെ നിങ്ങൾക്ക് വഅദ് പറയാനുള്ള സമയം അല്ല. 7 വയസ്സുവരെ നമ്മളിൽ നിന്ന് അവർ കണ്ടുപിടിക്കണം. 7 കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം ഇൽമിന്റെയും ദീനിന്റെയും ആഖിറത്തിന്റെയും ഖുർആനിന്റെയും ഉപദേശങ്ങൾ നിരന്തരമായി.